കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. വരുവിൻ, വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തി അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തോടെ കടന്നു വരാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് എല്ലാ കാലത്തും വിളിച്ചു പറയാൻ ധൈര്യത്തോടെ നമുക്ക് കഴിയണം. സേവിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ചിലതിനെ അകറ്റി മാറ്റാൻ പൈശാചിക മേഖലകൾ നോക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ യോശുവ അതാണ് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് വേണേലും നിങ്ങൾക്ക് പോകാം, പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നുവെച്ചാൽ ഈ ദൈവത്തെ വിട്ട് മാറുന്നൊരു പ്രശ്നമില്ല. കാരണം തന്നെ തിരഞ്ഞെടുത്ത നാൾ മുതൽ ഈ ദൈവം തൻ്റെ കൂടെ ഇരുന്നു, വഴി കാണിച്ചു, വഴി തുറന്നു, എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു, കാൽ വെച്ച ദേശം ദൈവം നൽകി. അങ്ങനെയെങ്കിൽ ഇന്നു പകലും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയണം, എന്നെ തിരഞ്ഞെടുത്ത നാൾ മുതൽ ഈ ദൈവം എൻ്റെ ദൈവമായിരുന്നു. ഈ ദൈവം ഒരു ദോഷവും വരുത്തിയില്ല. അവിടുത്തെ കരം എനിക്കനുകൂലമായിരുന്നു. അവിടുത്തെ കരമെന്നെ താങ്ങി. വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ദൈവത്തെ പോലെ വലിയ ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയിലും ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാൻ കഴിയണം, കർത്താവെ, അങ്ങേപ്പോലെ ഒരു ദൈവമില്ല. രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾക്കായി സ്തോത്രം, അത് അത്യുത്തമമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ സകല പ്രവൃത്തികളെയും കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ഉന്നതനായ ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് നസറായ യേശു. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച, കല്ലറകളെ ഭേദിച്ച് ഹേ മരണമേ, ഹേ പാതാളമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ച, സകല ആധിപത്യങ്ങളെയും വെല്ലുവിളിച്ച ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സകല ആധിപത്യങ്ങളും കോടതികളും സ്വാധീനങ്ങളും യേശു ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ സംവിധാനങ്ങളെയെല്ലാം അടച്ചു, ഉറപ്പാക്കി, സ്വാധീനങ്ങൾ ഉപയോഗിച്ചു, കാവൽ നിരയെ ശക്തമായി വിന്യസിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ സ്വാധീനങ്ങൾ തകർന്നുപോയി, മുദ്രകൾ പൊട്ടാൻ തുടങ്ങി, കല്ല് എടുത്തു മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്നു പകലിലും നമുക്കെതിരെ എന്തൊക്കെ സ്വാധീനങ്ങളും അധികാരങ്ങളും അന്ധകാര ശക്തികളും മുദ്രകളും കല്ലുകളും ഉണ്ടെങ്കിലും സഹോദരങ്ങളെ, അതിനെയല്ല നോക്കേണ്ടത്. ഈ പുറത്ത് ആത്മശക്തിയുടെ ഒരു വലിയ പരിവർത്തനം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ സകല മണ്ഡലങ്ങളും നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുക. ദൈവം ഇരമ്യാവിനോട് അതാണ് പറഞ്ഞു, ഇരമ്യാവേ, നിൻ്റെ മുമ്പിൽ ചോദ്യങ്ങളുണ്ട്. നഗരം കൽദയരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് നീ ചോദിക്കുന്നത്. തിരിച്ച് നിന്നോടൊരു ചോദ്യം, ഞാൻ ആരാണ്? നിനക്കത് മനസ്സിലായോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. വല്ല കാര്യമുണ്ടോ കർത്താവ് ചോദിച്ചത്. മോശയും ഒത്തിരി ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തിരിച്ചു പറഞ്ഞത്, മോശേ, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? എൻ്റെ കരം കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുകയാണ്. നിൻ്റെ ചോദ്യങ്ങൾക്കൊറ്റ സെക്കൻഡ് കൊണ്ട് ഉത്തരം നൽകാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം
27 വാക്യം. അവൻ പിന്നെയും യെരൂശലേമിൽ ചെന്നു. അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന്, നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നത് ആരെന്നും അവനോട് ചോദിച്ചു. യേശു പിന്നെയും യെരൂശലേമിൽ ചെല്ലുകയാണ്. യെരൂശലേമിൽ ഒട്ടുന്ന ഓരോ സമയത്തും അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ യെരൂശലേമിൽ ചവിട്ടിയപ്പോൾ യെരൂശലേം ഇളകി എന്ന് വായിക്കുന്നു. നഗരം ഇളകി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പുത്രൻ ഹോശന്നാ ഹോശന്നാ എന്ന് ജനം പാടാൻ തുടങ്ങിയപ്പോൾ നഗരം ഇളകി. ഇവിടെ യേശു വന്നു. ശ്രദ്ധിക്കണമേ, ദേവാലയത്തിൽ ചുറ്റി നടക്കുകയാണ്. പ്രിയരെ, യേശു ചുറ്റി നടക്കുമ്പോൾ അതിനെതിരെ വ്യാപരിക്കുന്ന സകല മണ്ഡലങ്ങളും എഴുന്നേറ്റ് വരും. ഞാൻ പറയട്ടെ, ചുറ്റി നടക്കുന്ന യേശുവിൻ്റെ കാലിൽ ചവിട്ടുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾക്ക് മുറിവേൽക്കുകയാണ്. അവിടുന്ന് ചുറ്റുമ്പോൾ പൈശാചിക മേഖലകൾ തകർക്കപ്പെടുകയാണ്. അപ്പോൾ ചിലർ എഴുന്നേൽക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. യെരിഹോ മതിൽ ശക്തമായി ഇന്ന് വെല്ലുവിളിക്കുകയാണ്. 7-ാം ദിവസത്തിൽ അരുണോദയത്തിങ്കൽ അതിരാവിലെ അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് പട്ടണത്തെ ചുറ്റാൻ തുടങ്ങി. ഇന്ന് പകലാത്മാവിൽ നീ ചുറ്റാൻ തുടങ്ങുമ്പോൾ നിന്നെ വിടത്തില്ലെന്നും നിനക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഇടിഞ്ഞു തകരുകയാണ്. എഴുന്നേറ്റ് ചുറ്റണം. ഇവിടെ നോക്കൂ, യേശു ദേവാലയത്തെ ചുറ്റി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചുറ്റി നടക്കുമ്പോൾ വിരോധികൾ എഴുന്നേൽക്കുകയാണ്. നോക്കൂ, അധികാരത്തിൻ്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. അഭിഷേകത്തിൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. യേശുവിൻ്റെ കാൽക്കീഴിൽ പല അന്ധകാര മണ്ഡലങ്ങളും താഴുപോകുകയാണ്. യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ദുഷ്ടാത്മസേനകൾ വിറയ്ക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ചുറ്റി നടക്കുന്ന യേശു ഇന്ന് പകൽ നമ്മുടെ വിഷയത്തെ ചുറ്റി നടന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നീ പോലും അറിയാത്ത ചില വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കെതിരെ നിൽക്കുന്ന, നിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന, നിൻ്റെ അധികാരത്തെയും നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ വിശ്വാസ ജീവിതത്തെയും പ്രിയ സഹോദരങ്ങളെ, മിനിസ്ട്രിയെയും തലമുറകളുടെ വാഗ്ദത്തങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ഒരു സമൂഹം ഇപ്പുറത്തുണ്ട്. അവർ ചോദ്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇത് യേശു ചുറ്റി നടന്നപ്പോൾ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ അവൻ്റെ അടുക്കൽ വരികയാണ്. നോക്കൂ, അവരുടെ ചോദ്യം, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്ന് അവനോട് ചോദിച്ചു. സ്തോത്രം. നോക്കണേ, ചെറിയ ചോദ്യമല്ല. യേശു ചുറ്റി നടന്നപ്പോൾ അനേക വിടുതലുകൾ സംഭവിച്ചു. യേശു ചുറ്റുമ്പോൾ ദുരാത്മ മണ്ഡലങ്ങൾ അഴിയും. യേശു ചുറ്റുമ്പോൾ കാണാത്തത് കാണും. യേശു ചുറ്റുമ്പോൾ എഴുന്നേൽക്കാത്തത് എഴുന്നേൽക്കും. യേശു ചുറ്റി നടക്കുമ്പോൾ പാരലൈസായത് ചാടി എഴുന്നേൽക്കും. യേശു ചുറ്റി നടക്കുമ്പോൾ ദേശാധിപതിയുടെ ശക്തികൾ തകരും. ഇപ്പുറത്ത് ചോദ്യങ്ങൾ വരും. ഏതധികാരത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് ഏതധികാരത്തിലാണ് ഇത് ചെയ്യുന്നത്? പകൽക്കാലം ഞാൻ ആത്മശക്തിയോടെ വിളിച്ചു പറയുന്നു, പൈശാചിക മേഖലകളുടെ സ്വാധീനങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഒരാത്മീക ശുശ്രൂഷകൾ, അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനകൾ ആത്മാവിൽ നടക്കാൻ എൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് പോലും അതിശയമാകത്തക്ക രീതിയിൽ ഉയരത്തിലെ അധികാരവും അതോറിറ്റിയും തൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ആത്മാവിൽ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നടക്കട്ടെ. ഹല്ലേലൂയ. തലമുറയുടെ വിഷയത്തിൽ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കൂ. സബ്ജക്റ്റുകളെ ചുറ്റി പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ നാമത്തിൽ അഴിയാത്തത് അഴിയും, തുറക്കാത്തത് തുറക്കും, വെളിപ്പെടാത്തത് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം വരാത്തടത്ത് സൗഖ്യം വരും. ആത്മപകർച്ച
തകർച്ച വരുന്ന ഒരു പ്രത്യേക നിമിഷമായി ഇന്ന് പകൽ ഈ ദൂതറ്റെടുക്കൂ. യെസ്, അവർ ചുറ്റി നടന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ, എരിഹോവിൻ്റെ ശക്തികൾ ഇടിഞ്ഞു താണെങ്കിൽ, പൗലോസിൻ്റെ കയ്യിൽ ചുറ്റിയ അണലിയെ ആ ചുറ്റിയ സമയത്ത് തീക്കകത്തേക്ക് ചുറ്റിയെറിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മിനിസ്ട്രിയെ തകർക്കാൻ പിശാച് നിന്റെ കയ്യിൽ കയറി ചുറ്റുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടേണ്ട. അഭിഷേകമുള്ളവൻ ആത്മാവിൽ അതിനെ ചുറ്റി തീക്കകത്തേക്ക് കുടയാൻ തയ്യാറാകുമെങ്കിൽ അണലിക്ക് പറയാൻ കഴിയും, ഇനിയും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അഭിഷേകമുള്ളവൻ്റെ കയ്യിലാണ് ഞാൻ ചുറ്റിയത്, അധികാരമുള്ളവൻ്റെ കയ്യിലാണ് ഞാൻ ചുറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അഭിഷേകമുള്ള ആത്മാവിൽ നടന്ന് ചുറ്റട്ടെ, ചില ദുഷ്ടശക്തികളെ ചുറ്റട്ടെ. അന്ധകാര മണ്ണുകൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെങ്കിൽ ചില അന്ധകാര മണ്ഡലങ്ങളെ കെട്ടാൻ ദൈവാത്മാവ് ചിലരെ ഉപയോഗിക്കുന്നു. ദൈവസഭയിൽ നിന്ന് ചിലർ എഴുന്നേൽക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അഭിഷേകവും അധികാരവും കർത്താവേ ഇന്ന് പകൽ എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആഴമായി ആരും പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്. സ്വർഗം നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകുക. നോക്കൂ, യേശു ചുറ്റിയപ്പോൾ ചില വിരോധികൾ എഴുന്നേൽക്കുകയാണ്. യേശുവിൻ്റെ മിനിസ്ട്രിയെ ചോദ്യം ചെയ്യുക. നിങ്ങൾ ആത്മാവിൽ ശക്തരായി മൂവ് ചെയ്യുമ്പോൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ, അഭിഷേകത്തോടെ ചവിട്ടുമ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ അയച്ചവൻ നിങ്ങളോട് കൂടെയുണ്ട്, അഭിഷേകം നൽകിയവൻ കൂടെയുണ്ട്, തിരഞ്ഞെടുത്തവൻ കൂടെയുണ്ട്. ചോദ്യം ചെയ്യുന്നവരുടെ മുൻപാകെ ആത്മാവിൻ്റെ ശക്തിയോടെ മറുപടി പറയാൻ പരിശുദ്ധാത്മാവ് ചില അടയാളങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുന്ന പകൽക്കാലമാണ്. നിങ്ങളുടെ ഔദ്യോഗിക മേഖല, നിങ്ങളുടെ ചർച്ചിനകത്ത്, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ തലമുറയിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കൽപ്പിച്ച ആലോചന ശ്രദ്ധമായി ഞങ്ങൾ എണ്ണുകയാണ്. യേശു ചുറ്റിയപ്പോൾ ഇപ്പുറത്ത് ചില എതിർപ്പുകൾ വന്നു. എന്നാൽ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ആ ദേശാധിപതികൾ തകർന്നു മാറിയെങ്കിൽ, ഇന്ന് പകലും ആത്മാവിൽ ചുറ്റേണ്ടതിനെ ചുറ്റുവാൻ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുവാൻ, അധികാരത്തിൻ്റെ ശക്തിയാൽ അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് ഞങ്ങളെ വിടത്തില്ലെന്നും പ്രവേശിപ്പിക്കത്തില്ലെന്നും പറഞ്ഞ ചില മതിലിനെ ചുറ്റുമ്പോൾ അതിൻ്റെ വ്യാപാരം ഇടിഞ്ഞ് തകർന്നു മാറി ജനം അകത്തേക്ക് പ്രവേശിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കർത്താവെ അഭിഷക്തന്മാരെ പ്രവേശിപ്പിക്കത്തില്ലെന്ന് വാതുകെട്ടി നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് പകൽ ജയം നൽകിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനല്ല സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും നിങ്ങളുടെ പദവിയുടെ തിങ്കൾ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. അമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ ആത്മാവിൽ നമുക്ക് പ്രഖ്യാപിക്കാം, ഞങ്ങൾ ചാവട്ടും, ഞങ്ങൾ ആത്മാവിൽ നടക്കും. എതിരെ നിൽക്കുന്ന ശക്തികളുടെ മേൽ ദൈവം ഞങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പരാജയപ്പെടാനല്ല ഞങ്ങൾ ചവിട്ടുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ, അതിനെ ജയിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.